ഹായ് വെൽക്കം ടു അമ്മൂസ് എമ്മി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ദോനെ ബിരിയാണി. ഇത് ബാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റി ആയിട്ട് ഈ റെസിപ്പി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോനെ ബിരിയാണി റെഡിയാക്കാൻ നോക്കാം. ദോനെ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തി എടുത്ത് വെച്ചതാണ്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കപ്പിൽ 2 കപ്പാണ് ജീരകശാല റൈസ് എടുത്തിട്ടുള്ളത്. 2 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തത്, 4 ബേ ലീഫ്, ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, ഒരു 4 കറിയാമ്പൂ, 2 സവാള അരിഞ്ഞെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, വെളുത്തുള്ളി ഒരു 12 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 1 തക്കാളി അരിഞ്ഞെടുത്തത്, 2 സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, 1/2 കപ്പ് പുതിന, 1 കപ്പ് മല്ലിയില, ഒരു 6 അല്ലി ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ദോനെ ബിരിയാണി റെഡിയാക്കാൻ നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു 2 സ്പൂണ് തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ചേർത്തത്. നിങ്ങൾക്ക് തൈര് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞാലും മതി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. ഈ ചിക്കൻ ഞാനിപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. ഇപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കാനായിട്ട് പോവാണ്. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജാറിലോട്ട് ആദ്യം നമുക്കിതിൽ പുതിന ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ച മല്ലിച്ചപ്പ് ചേർക്കാം. പിന്നെ എടുത്ത് വെച്ച 2 പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാനിതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ഇപ്പം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 2 സ്പൂണ് നെയ്യും കുറച്ച് എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി. അല്ല പകുതി എണ്ണ പകുതി നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഇപ്പം എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4 ബേ ലീഫ്, ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, 4 കറിയാമ്പൂ. ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. ഇപ്പോൾ ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർക്കാം. എടുത്തു വെച്ച ഈ സവാള ചേർക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് വഴറ്റാം. വേഗം വാടി കിട്ടുന്ന സവാള കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഇപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയണം. ഇപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ്. 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഈ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാൻ അതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്തിരുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് ചിക്കൻ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഈ ചിക്കൻ ഞാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്ക് ഈ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഇതിൽ ഉപ്പ് കമ്മിയാണ്. ഉപ്പ് ചേർക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 കപ്പ് തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ അരി വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം എടുക്കണം. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് പൊന്നുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഈ ലിഡൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർക്കാം. എടുത്തു വെച്ച അരി ചേർക്കാം. നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഈ ജീരകശാല റൈസ് തന്നെ ചേർക്കണം. മറ്റേ ബസ്മതി റൈസിൽ ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ജീരകശാല റൈസ് തന്നെ എടുക്കുക. ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഉപ്പ് കറക്റ്റ് അല്ല. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാനായിട്ട് പോവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ആദ്യം. ഇപ്പോൾ ഈ ലിഡ് ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം ഞാനത് വെച്ചിട്ടൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് റെഡി ആയിട്ട് കിട്ടണം. ഇപ്പം ഞാനിത്
അടച്ചു വെക്കാനായിട്ട് പോവാണ്. മീഡിയം അല്ല, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു 10 മിനിറ്റായി. നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ദോനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് സെമി കിച്ചൻ.